നമസ്കാരം. ഇന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ നിത്യജീവിതത്തിൽ നിരന്തരമായിട്ട് പ്രയോഗിക്കുന്ന ചില ഭാഷാ പ്രയോഗങ്ങളുണ്ട്. അത് നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ ശരിയാക്കി തരാം, എന്താ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്, ഓരോന്നിനും ഓരോന്നിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ, പോളണ്ടിനെ പറ്റി മിണ്ടരുത്, അതേപോലെ താത്വിക അവലോകനം, സന്ദേശത്തിലെ ഏതാണ്ട് എല്ലാ ഡയലോഗും ഒന്നിലധികം തവണ ആ സിനിമ കണ്ടിട്ടുള്ളവരാണ്, അവർക്കതൊക്കെ മനഃപ്പാടമാണ്. അങ്ങനെ അനവധി സിനിമകൾ. ആരായിരുന്നു ശ്രീനിവാസൻ എന്ന കലാകാരൻ മലയാളിക്ക്? അതൊരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ ഇതെല്ലാമാണ് എന്ന് നമ്മളോട് മാധ്യമങ്ങളും മറ്റുമെല്ലാം പറയുമ്പോഴും അത് മാത്രമായിരുന്നോ ശ്രീനിവാസൻ എന്ന വ്യക്തി? അല്ല. നമുക്കറിയാം, മലയാളിക്ക് സ്വതസിദ്ധമായിട്ടുള്ള പൊങ്ങച്ചം, അസൂയ, കുശുമ്പ്, കപടത, ഇരട്ടത്താപ്പ് ഇത് മറ്റുള്ളവർക്കില്ല എന്നല്ല. പക്ഷേ മറ്റുള്ളവരെ നമ്മൾ വിമർശിക്കേണ്ട കാര്യമില്ല. നമ്മളെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുഖംമൂടിയും അണിഞ്ഞ് നടക്കുന്നവർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇതിനെല്ലാം കൃത്യമായ ഇടവേളകളിൽ വന്ന് ഇങ്ങനെ വലിച്ച് കീറിയിട്ട് അദ്ദേഹം സ്വയമോ അല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ച രംഗങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അഭിനയിപ്പിച്ചു. അതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ ഒരു കണ്ണാടി പോലെ ഇങ്ങനെ വെച്ച് കാണിച്ചിട്ട് നമുക്കത് കാണാം, നമ്മുടെ പ്രതിബിംബം. നമ്മളത് കണ്ട് ചിരിക്കും. ഒരല്പം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പണി നമുക്കിട്ടായിരുന്നല്ലോ എന്ന്. ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന സകലമാന മലയാളികളെയും ഒരു തവണയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ നർമ്മം കലർന്ന ആ വിമർശന ശരം ഏറ്റിട്ടുള്ളവരാണ്. അതിപ്പോൾ രാഷ്ട്രീയത്തിലാവാം, അല്ലെങ്കിൽ നമ്മളൊക്കെ അറിയാത്ത നമ്മുടെ പൊങ്ങച്ചോ, നമ്മുടെ അസൂയ, കുശുമ്പ്, നമ്മുടെ ഇരട്ടത്താപ്പ്, കപടത, മുഖംമൂടി, അല്ലെങ്കിൽ ചില സമയത്തുള്ള പ്രത്യേക സ്വഭാവ രീതികൾ, ഇതിനെയൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിലാവട്ടെ, അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമയിലാവട്ടെ, അദ്ദേഹം സ്വയം അഭിനയിച്ച സിനിമയിലാവട്ടെ, ഇതിലൊക്കെ എല്ലാ മലയാളിക്കെട്ടും ഒരിക്കലെങ്കിലും ഓരോ കോട്ട് വെച്ചെങ്കിലും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. മലയാളിയുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള ഓരോ കാലഘട്ടം അനുസരിച്ചും ആ കാലഘട്ടങ്ങളെ കൃത്യമായിട്ടും അടയാളപ്പെടുത്തി തന്നെയാണ് ശ്രീനിവാസൻ എന്ന മനുഷ്യൻ ഇന്നിപ്പോൾ നമ്മളോട് വിടവാങ്ങിയിരിക്കുന്നത്. ശ്രീനിവാസൻ എന്ന വ്യക്തി വെറുമൊരു സിനിമാക്കാരൻ മാത്രമായിരുന്നില്ല. വളരെ ബ്രില്യൻ്റായിട്ടുള്ള, ബുദ്ധിമാനായിട്ടുള്ള, ചിന്തിക്കുന്ന, നമ്മളെ ചിരിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു ലെജൻഡ് തന്നെയായിരുന്നു ശ്രീനിവാസൻ. മറ്റ് നടീനടന്മാരൊക്കെ വലിയ തലപ്പൊക്കമുള്ള അല്ലെങ്കിൽ വലിയ സ്റ്റാർ വാല്യൂ ഉള്ളവരൊക്കെ ഇതുപോലെ നമ്മളെ വിട്ടുപിരിയുമ്പോഴൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നും ചേരില്ല. അങ്ങനെ ഒരു വ്യക്തിയല്ല ശ്രീനിവാസൻ എന്ന ഈ കലാകാരൻ. അദ്ദേഹത്തിൻ്റെ നഷ്ടം എന്നത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് മാത്രമല്ല അത് നഷ്ടം നമ്മൾ മലയാളികൾക്ക് കൂടിയാണ്. നമ്മൾ ഇനി ഓരോ ദിവസവും കഴിയുന്തോറും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ നിത്യജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രയോഗിക്കുന്ന ചില ഭാഷാ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ചില കഥാപാത്രങ്ങളുടെ രീതികൾ, ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ മനുഷ്യനെ ഓർമ്മ വരും. അതിനാൽ നമ്മുടെ ഭാഷ ഇങ്ങനെ നിലനിൽക്കുന്ന കാലത്തോളം തീർച്ചയായിട്ടും ശ്രീനിവാസൻ്റെ ഓർമ്മകളും ഇവിടെ കാണും. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഇനി എന്നോട് ചോദിക്കുക, അദ്ദേഹത്തിൻ്റെ ഏത് മേഖലയാണ് ഏറ്റവും മികച്ചത്? അദ്ദേഹം നടനായിരുന്നോ, തിരക്കഥയായിരുന്നോ, സംവിധാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയും അദ്ദേഹം തിരക്കഥാകൃത്ത് എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലിയ മികവ്. നമ്മളെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയിൽ. പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട് ചിരിച്ചിരുന്ന പല കഥാപാത്രങ്ങളും ഇന്ന് ഞാൻ ആ സിനിമ കാണുമ്പോൾ അതങ്ങനെ ചിരിക്കാനുള്ളതായിരുന്നില്ല എന്ന ഒരു വേദനയോടെയാണ് ഇപ്പോൾ ഓർക്കുന്നത്. നാടോടിക്കാട്ടിലെ ദാസൻ്റെയും വിജയൻ്റെയും ഒക്കെ അലച്ചിലും തൊഴിലിന് വേണ്ടിയിട്ടുള്ള അന്ന് നമ്മളത് കണ്ട് ചിരിച്ചു. പിന്നെയാണ് നമുക്ക് നമ്മുടെ സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അവരൊക്കെ കടന്നു പോകുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ആ ഒരു ഗതികേടില്ല എന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് അത് ചിരിക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല, അതൊരു പച്ചയായ സത്യമായിരുന്നു. നമ്മളും അത് അനുഭവിക്കുമ്പോഴാണ് നമുക്കത് പിടികിട്ടുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടില്ല. അതിനാൽ അവർക്കത് തീർച്ചയായിട്ടും അറിയില്ല. പക്ഷേ അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളെ തന്നെയായിരുന്നു അദ്ദേഹം പല കഥാപാത്രങ്ങളിലും വരച്ചു വെച്ചിരുന്നത്. നമ്മുടെ തന്നെ അനുഭവമായിരുന്നു, നമ്മളെ തന്നെയായിരുന്നു വിമർശിച്ചിരുന്നത്. 30 വർഷത്തിന് മുകളിലായി സന്ദേശം എന്ന സിനിമ ഇറങ്ങിയിട്ട് ഇന്നും ഫ്രഷാണ് ആ സിനിമ. ആ സിനിമയിൽ കാണിക്കാത്ത, ആ സിനിമയിൽ പറയാത്ത പുതിയതായിട്ടുള്ള ഒരു കാര്യവും ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി വന്നിട്ടുണ്ട്. അന്നത്തെ കാലത്ത് BJP എന്നൊരു പാർട്ടി ഇവിടെ അത്ര ശക്തമല്ലായിരുന്നു. അതിനാൽ BJPയെ പറ്റി മാത്രം സന്ദേശം എന്ന സിനിമയിൽ പരാമർശിക്കുന്നില്ല. ബാക്കി 2 പാർട്ടികളെ ഉണ്ട്. പക്ഷേ അത് അന്നും ഇന്നും അതിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ ഒരു വരി അല്ലെങ്കിൽ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതാണ് കേരളത്തിലെ രാഷ്ട്രീയം പോകുന്നത്, ദേശീയ രാഷ്ട്രീയം പോകുന്നത്. ഇപ്പോൾ എത്രമാത്രം ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. ഇന്നും അതിലെ ഡയലോഗുകൾ തന്നെയാണ് ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പ് തോക്കുമ്പോഴും ജയിക്കുമ്പോഴുമൊക്കെ ഓരോ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണികൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരൊറ്റ സിനിമ മാത്രം മതി ആ മനുഷ്യൻ്റെ ദീർഘവീക്ഷണം എന്താണ് എന്ന് മനസ്സിലാവും. അതിലുപരി അദ്ദേഹം തന്നെ നായകനായിട്ടും സഹനടനായിട്ടും ഒക്കെ അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളികളുടെ കോംപ്ലക്സിനെയൊക്കെ പൊളിക്കുന്നുണ്ട്.
പല അപകർഷതാബോധത്തിനെയും പൊളിക്കുന്നുണ്ട്. നായക സങ്കല്പത്തെ തന്നെ അദ്ദേഹം പൊളിച്ചെഴുതുന്നുണ്ട്. നമ്മളെ അദ്ദേഹം നല്ല സുന്ദരമായിട്ട് ട്രോളുന്നു. ഇത് നമുക്ക് ചിരിച്ച് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷെ നമുക്ക് അദ്ദേഹത്തിനോട് ഒരു പരാതിയോ പരിഭവമോ ഇല്ല. അങ്ങനെ ആർക്കെങ്കിലും പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് ശ്രീനിവാസിന് പറ്റുമായിരുന്നു. ആ വ്യക്തിയാണെന്ന് നമ്മളെ വിട്ടുപിടിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് നിത്യശാന്തി നേരുന്നു. ആദരാഞ്ജലി. എന്നാൽ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. അപ്പൊ ചെറിയൊരു പ്രശ്നം. എന്ത്? തിരക്കഥയില്ല. തിരക്കഥ ഞാൻ എഴുതാം. തനിക്ക് തിരക്കഥ എഴുതാനും അറിയോ?